ഗ്യാപ്പിന് ശേഷം ഞാൻ പിന്നെയും കൊണ്ടുവന്നിരിക്കുകയാണ് 40s by 40s ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നൈറ്റി ഫാബ്രിക് ആണ്. നൈറ്റി ഫാബ്രിക് ആണെന്ന് വെച്ചിട്ട് കുർത്തി ചെയ്തെന്ന് വെച്ചിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഫാബ്രിക്കിന്റെ പ്രൈസ് 99 റുപ്പീസ് ഒരു മീറ്ററിന്. ഫാബ്രിക്കിന്റെ വീട് വന്നിരിക്കുന്നത് 44 ഇഞ്ച് തന്നെയാണ്. 40s by 40s എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ച് ഡൗട്ട് ഉണ്ടാവും എന്താണെന്ന്. ഫാബ്രിക്കിന്റെ ത്രെഡ് കൗണ്ട് ആണ് 40s by 40s, 60s by 60s എന്നൊക്കെ പറയുന്നത്. താഴോട്ട് വരും തോറും തിക്നെസ് കൂടും ഫാബ്രിക്കിന്. ഇപ്പൊ 40s ആകുമ്പോൾ കുറച്ചും കൂടി തിക്നെസ് കൂടിയ ഫാബ്രിക് ആണ്. ആക്ച്വലി 60s വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാം, അതേപോലെ തന്നെ 40s വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. പക്ഷെ ആളുകൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത് 40s ആണ്, നൈറ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് വന്നിരിക്കുന്നത് നല്ല ഒരു സൈപ്രസ് ട്രീയുടെ പ്രിന്റിലേക്കാണ്. രണ്ട് കളേഴ്സ് ഈ ഒരു ഡിസൈനിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ബ്ലാക്ക് ആണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇരിക്കും നമ്മളിത് വെയർ ചെയ്യുമ്പോൾ. ബ്ലാക്കിനകത്തേക്ക് റെഡ് കളറിലുള്ള കോമ്പിനേഷൻ, വൺ സൈഡിനകത്തായിട്ട് ഒരു ബോർഡർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഇല്ലാതെ ചെയ്യാം, നൈറ്റി മാത്രമല്ല കോട്ട് സെറ്റ് ഒക്കെ ചെയ്യാം. ഡെയിലി വെയർ ആയിട്ട് വർക്കിംഗ് വുമൻസിനൊക്കെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വൺ സെയിം തന്നെ റെഡ് കളറിലേക്ക് വന്നിരിക്കുന്നു. റെഡും ബ്ലാക്കും ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ്. ആദ്യം കാണുന്നതിന്റെ റിവേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഇതിന്റെയും വൺ സൈഡിൽ ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് ടൈം ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു പേസ്ലി പ്രിന്റ് ആണ്. ബ്ലാക്കും റെഡും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് വേണമെങ്കിൽ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള കുർത്തികളൊക്കെ ചെയ്യാം. ഇങ്ങനെ ഇരിക്കും ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. ഇതിന്റെയും വൺ സൈഡിനകത്തായിട്ട് ബോർഡർ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോഴും പറയുന്ന പോലെ നെക്കിലോ സ്ലീവിന്റെ എൻഡിലൊക്കെ യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ റെഡ് ആണ്. പേസ്ലി പ്രിന്റ് തന്നെയാണ്, പക്ഷെ ചെറിയൊരു പ്രിന്റ് ആണ്. സാധാരണ ഇതിനൊക്കെ മാംഗോ പ്രിന്റ് എന്ന് പറയില്ലേ, ആ ഒരു പാറ്റേണിൽ ഇത് ഇങ്ങനെ വരും ഇതിന്റെ ബോർഡർ. അപ്പോൾ 99 റുപ്പീസ് മാത്രമേ ഇതിന്റെ പ്രൈസ് ഒരു മീറ്ററിന് വരുന്നുള്ളൂ. പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. കൂടുതൽ കളക്ഷൻ കിട്ടുവാനായിട്ട് അങ്കമാലിയിലുള്ള പൂത്തരാൻസ് വിസിറ്റ് ചെയ്താൽ മതി.